ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീരജെ, നീ ഒന്ന് വിഷമിക്കാതെ, നമുക്ക് നോക്കാം. നിശ്ചയം നടക്കുന്ന എല്ലാ ബന്ധങ്ങളും വിവാഹത്തിൽ എത്തണമെന്നൊന്നും ഇല്ലല്ലോ. എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച? മോക്ക് പഠിക്കുന്ന സ്കൂൾ ഒരുപാട് ഇഷ്ടായെന്നോ? ആണോ? ആഹാ, എന്നെ അമ്മയും മോളും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ മോള് പറയുന്നത്? പുതിയ സ്കൂള് മോൾക്ക് വലിയ ഇഷ്ടായെന്നാ പറയുന്നത്. ആണോ? മുത്തശ്ശിയുടെ മോൾക്ക് സ്കൂള് ഇഷ്ടായോ? ഏതായാലും ഭാഗ്യായി. കുഞ്ഞിന്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ തന്നെ മനസ്സിനൊരു ആശ്വാസം. അത് ശരിയാ. സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ ഇത്രയും സന്തോഷത്തിൽ ധ്വനിമോള് സംസാരിക്കുന്നതും പിന്നെ സ്കൂളിലേക്ക് പോവാൻ താല്പര്യം കാണിക്കുന്നതൊക്കെ ഇപ്പോഴാ. ആണോ? ടീച്ചറിനെ എന്റെ മോക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? അഷിത മോളുടെ ചേച്ചി നല്ല കുട്ടിയെന്നാ പറയുന്നത്. അതല്ലേ ധ്വനിമോൾക്ക് ഇത്ര സന്തോഷം? അതെ, അന്നാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതും മോളെ സ്കൂള് മാറ്റിയതും നന്നായെന്നാ എനിക്കിപ്പോ തോന്നമ്മേ. അതെ മോളെ, ധ്വനിമോളുടെ കാര്യത്തിൽ നിനക്കൊരിക്കലും തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം. ഇന്നും എന്റെ ധ്വനിമോളുടെ മുഖത്ത് ഈ സന്തോഷം കാണണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളമ്മേ. സാറ്റലൈറ്റ് ഫോൺ കൊടുത്ത ശേഷം എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? ഇല്ല. അവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂലെന്നേ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അത് വിറ്റ് കാശാക്കാനേ അവനൊക്കെ നോക്കൂ. അല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അവന്മാര് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അതെ, വിളിക്കേ. അയാൾ എന്താ പറയുന്നതെന്ന് അറിയാലോ. ഹലോ. ഹലോ, ഇത് പോലീസ് ടീമിൽ നിന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങളുടെ ബ്ലോഗിലെ എഴുത്തുകൾ ഞങ്ങൾ വായിച്ചിരുന്നു. ആൻഡ് ഞങ്ങളുടെ മിഷന് നിങ്ങളുടെ ഫൈൻഡിങ്സ് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതിയാണ് ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ രീതി സെറ്റാക്കിയത്. ഈ മിഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഓക്കെ, അതാണല്ലോ നിങ്ങൾക്ക് ഞാൻ വിവരങ്ങൾ തരാൻ തയ്യാറായത്. ഓക്കെ, മേനുവിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും അതൊട്ടും താമസിക്കാതെ ഞങ്ങളെ അറിയിക്കണം. അയാളുടെ സാമ്രാജ്യം തകർത്ത് ആ കൂട്ടരെ എല്ലാം അഴിക്കുള്ളിലാക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. എന്നാലാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. എല്ലാ ഓർണമെന്റ്സും കൊള്ളാലേ? ആ, നല്ല മാലയാ. മോളെ, ഇതൊന്നിട്ട് നോക്കി. ദേ ഇത് നോക്കി, ഈ കമ്മല് നല്ലല്ലേ? ദേ ഇത് നോക്ക് മോളെ, നന്നായിട്ടില്ലേ? ഇതാ പുതിയത് വാങ്ങിച്ചത്. 3 ലക്ഷമായി. എന്തായാലും പൂർണ്ണിമയ്ക്ക് ഇത് ഇഷ്ടാവും. ഇപ്പോഴത്തെ സ്വർണ്ണ വിലക്ക് 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് വലിയ വിലയാണോ? അവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു തോന്നണില്ല. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിനിടാം, അത്രേ ഉള്ളൂ. നീ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതെ അഞ്ജനെ. അല്ലെങ്കിൽ തന്നെ സ്വർണവും പണവും മോഹിച്ചല്ലല്ലോ അവർ അക്ഷതയെ കല്യാണം ആലോചിച്ച് വന്നത്. അവർക്ക് വേണ്ടത് സൗന്ദര്യവും നല്ല സ്വഭാവവും ജാതക പൊരുത്തമൊക്കെ ഉള്ള ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. അത് നമ്മുടെ അക്ഷിത മോൾക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ, അല്ലേ നാത്തൂനെ? അതെ മോളെ, നീ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടെ, അമ്മയൊന്ന് കാണട്ടെ. നീ ഒരു രാജകുമാരിയെ പോലെ ഒരുങ്ങി സുന്ദരി കുട്ടിയായി കതിർമണ്ഡപത്തിൽ നിൽക്കുന്നത് എനിക്ക് കാണണം. എന്റെ എത്ര നാളത്തെ സ്വപ്നം അതെന്ന് നിനക്കറിയോ? അമ്മ വെറുതെ സെന്റി ആവണ്ട. ഇനി സ്വപ്നമായിട്ട് കരുതുകയും വേണ്ട. പിന്നെ ഇപ്പറഞ്ഞതെല്ലാം ശരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ, പിന്നെന്താ? അതെ, അക്ഷിത മോള് പറഞ്ഞതാണ് അതിന്റെ ശരി. എന്നാലും ഇപ്പൊ ഇതെല്ലാം ഒന്നിട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. അതെ, നിങ്ങളുടെ ഒരു കാര്യം രണ്ടൊന്നിനൊന്ന് മെച്ചം. ഞാനിടാം, പോരെ?
നീരജ, ഇതുവരെ നിന്റെ ദേഷ്യം മാറിയില്ലേ? ഇല്ല, എങ്ങനെ മാറും? 1 കോടി രൂപ വില വരുന്ന ആഭരണങ്ങളാ ആ പെണ്ണിന് പൂർണ്ണിമ വാങ്ങിക്കൊടുത്തത്. അതൊക്കെ പൂർണിമയുടെ പേഴ്സണൽ അക്കൗണ്ടിലെ കാശല്ലേ നീരജ? എന്ന് കരുതി അതല്ലേ എവിടെയോ കിടന്നിരുത്തി കൊണ്ടുപോകുന്നത് കണ്ട് മിണ്ടാതിരിക്കണോ? നമുക്കും ഒരു മോളല്ലേ, അവൾക്കും കല്യാണപ്രായമായി വരിക. ഈ ആഭരണങ്ങളൊക്കെ അവൾക്ക് കിട്ടിയാൽ എന്താ, കഴിക്കുവോ? ഈ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ പോലെ തന്നെ നിരാശയും വിഷമവും എനിക്കും ഉണ്ട്. പക്ഷെ എന്തോ പ്രയോജനം? ആ നാശം പിടിച്ച പെണ്ണ് വലതുകാലം വെച്ച് കയറുന്നതിന് മുമ്പ് തന്നെ എല്ലാം അടിച്ചെടുക്കുക. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലത്തെ കാര്യം പറയണോ? കല്യാണം മുടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെല്ലാം ശ്രമിച്ചില്ലേ? നടക്കാത്തതിന് എന്ത് ചെയ്യാനാ? ഇനി നമുക്ക് ക്ഷമിക്കാം. തൽക്കാലം എൻഗേജ്മെന്റ് നടക്കട്ടെ. അതിനുശേഷം ഏതെല്ലാം വഴിയിലാ കല്യാണം നടത്താതിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഏത് വിധനെ ഈ കല്യാണം മുടക്കണം. എനിക്ക് പോലും ഇത്രയും വില കൂടിയ ആഭരണങ്ങൾ വാങ്ങി തന്നിട്ടില്ല ആരും. അപ്പൊ എവിടെയോ കിടക്കുന്നവള് അതൊന്നും ഇട്ട് അങ്ങനെ ഞെളിയണ്ട. നീ ഒന്ന് സമാധാനിക്കേ. എനിക്കറിയാം എന്തോ വേണ്ടെന്ന്. ഇവിടുത്തെ സ്വത്തുക്കളൊന്നും നമ്മുടെ കൈവിട്ട് എവിടേക്കും പോവില്ല. നിങ്ങളുടെ ഈ വാക്കും വിശ്വസിച്ചിരിക്കുന്നോണ്ടാ ഓരോന്നൊക്കെ കാണേണ്ടി വരുന്നത്. ഇന്ന് സ്വർണ്ണം എല്ലാം കൂടി കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. നീരജെ, നീ ഒന്ന് വിഷമിക്കാതെ, നമുക്ക് നോക്കാം. നിശ്ചയം നടക്കുന്ന എല്ലാ ബന്ധങ്ങളും വിവാഹത്തിൽ എത്തണമെന്നൊന്നും ഇല്ലല്ലോ. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? കല്യാണക്കാരിയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, നമ്മുടെ പൃഥ്വിയുടെ കല്യാണവും നിശ്ചയമൊക്കെ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് ഗംഭീരമാക്കണമെന്ന് ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ നീരജ? അതെ അതെ, കുറെ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു ചടങ്ങല്ലേ, പിന്നെ അത് നമുക്ക് ആഘോഷാക്കണമെന്ന് ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്റെ അനന്തരവന്റെ കല്യാണമാണ് വരുന്നത്. ഒരു ഉത്സവം പോലെ ഞാനത് ആഘോഷിക്കും. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അത് പിന്നെ അങ്ങനെ സംഭവിക്കൂ. ചന്ദ്രേട്ട ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് തന്നെ നമ്മളത് നടത്തും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണിമ തുടങ്ങി കഴിഞ്ഞു. അത് മതി. ഞാൻ പൃഥ്വിക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. ആണോ? എന്നിട്ട് അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഗിഫ്റ്റ് എവിടെ? അല്ല, വരുന്ന വഴി എടുക്കാന്നാ കരുതിയത്, പക്ഷെ വിട്ടുപോയി. ദുർഗമോളെ, അതൊന്ന് പോയി വാങ്ങുവോ? വാങ്ങാച്ചാ. ഇവിടെ ഇവിടെ നിന്ന് പോയാ ഇവിടുത്തെ കാര്യങ്ങളോ? അത് ഞാൻ പോയിട്ട് വരാം. അതിന് നീ ആരാ? വിളിക്കാത്ത കല്യാണ നിശ്ചയത്തിന് കയറി വരാൻ നിനക്കൊരു മടിയില്ലേ?